ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇപ്പം ഞാൻ ഒരു വീഡിയോ ആയിട്ട് തരാൻ കാരണേ ഒരു അടിപൊളി ഇത് കാണിച്ചു തരാനാണ്. അപ്പം അവനാണെങ്കിൽ ഞാനും ശരി സ്കൂളിലും പടം വരപ്പ് ചെറിയ ചെറിയ രീതിയിലൊക്കെ പടം വരച്ച് കൊടുത്ത് ഞാൻ ഫസ്റ്റും സെക്കൻഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കലോത്സവത്തിന് ഇതൊക്കെ പോകല്ലോ, പടം വരപ്പ് വരുമ്പോൾ പോകല്ലോ. അങ്ങനെ ഞാൻ ചാരുമൂട് സ്കൂളിൽ, അവിടുത്തെ ആ ക്രിസ്ത്യൻ സ്കൂളിൽ മത്സരത്തിന് പോയിട്ട് ചെറുപ്പത്തിൽ സെക്കൻഡ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ സമ്മാനമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്ന് പറയുന്നത് മാവേലിക്കര സ്കൂളിൽ നിന്നാണ്. പിന്നെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും ചെറിയ ചെറിയ രീതിയിലൊക്കെ സമ്മാനം മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്തുവാണെന്നറിയത്തില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ചെറുതായിട്ട് എല്ലാവർക്കും ഒരു കുഞ്ഞു രീതിയിൽ കലാവാസന ഉണ്ട് കേട്ടോ. പടം വരയ്ക്കാനുള്ള ഒരു കുഞ്ഞൊരു കലാവാസനയുണ്ട്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ 2 മക്കളും എൻ്റെ കൂടെ ആണല്ലോ. അപ്പോൾ അവർ ചേച്ചിയുടെ 2 മക്കളും നല്ല പോലെ പടം വരയ്ക്കും. മൂത്തവനാണെങ്കിൽ ഈ വാഹനങ്ങളുടെ അടിപൊളിയായിട്ട് വരയ്ക്കും. വാഹനം അങ്ങനെ ജീപ്പ്, കാറ്, റേസിംഗ് ബൈക്ക് എന്ന് വേണ്ട എല്ലാ ആൾക്കാരും ഓടിക്കുന്ന അതിങ്ങനെ ഈ ചെറിയൊരു ബുക്കിനകത്ത് വരയ്ക്കുമല്ലോ, ഇങ്ങനെ ഓരോ വിധമായിട്ട് വരച്ചിട്ട് നമ്മളതിങ്ങനെ ചെറുതായിട്ട് മറിക്കുമ്പോൾ യഥാർത്ഥത്തിലും ബൈക്ക് ഓടിക്കുന്ന പോലൊക്കെ തോന്നും. അതുപോലത്തെ രീതിയിൽ അവൻ വരച്ചെടുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ആളാണ് എൻ്റെ ചേച്ചിയുടെ മൂത്ത മോൻ. ഇപ്പോൾ അവന് വയ്യ, ആക്സിഡൻ്റ് ആയതുകൊണ്ട്. രണ്ടാമത്തവന് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കും. ആദ്യം കുഞ്ഞിന് സന്തോഷത്തിന് വേണ്ടി അവൻ എപ്പോഴും കാണാൻ വേണ്ടി വരച്ചൊരു സാധനമാണ് ഇത്. ടോമിനെ വരച്ചു. അങ്ങനെ അതിനെ വരച്ച് ആനിമൽസിനെയൊക്കെ വരയ്ക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കും അതും ഒരു ചെറിയ രീതിയിൽ വരച്ചതുകൊണ്ടല്ല അതുണ്ട്. പിന്നെ വേണ്ട അവിടെ ഒരു പെൺകുട്ടിയെ ആനിമൽസിൽ തന്നെ ഉള്ള ഒരു സംഭവം തന്നെയാണ് അവൻ അവിടെയും വരച്ച് വെച്ചത്. അവരുടെ റൂമാണ്, ആമ്പിള്ളേരുടെ റൂമാണ്. നമ്മളങ്ങനെ കാണിച്ചു തരാം. പക്ഷേ വരച്ച് പിന്നെ ഒരു കഥകളിയുടെ പടം വരച്ച് അങ്ങനെ കുറേ പടങ്ങൾ അവൻ ഇഷ്ടം പോലെ വരച്ചു. പക്ഷെ ടണ്ടടേ ഇതുണ്ടോ 12 കൈയുള്ള ശിവനെ പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ. ഇതിൽ തൊട്ടവൻ എൻ്റെ കൈ വെട്ടും. അവനും ഞാനും ഒക്കെ ആയിട്ട് വലിയ പ്രായ വ്യത്യാസമില്ല. ഏറ്റവും മൂത്തവനും ഞാനും 12 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. മറ്റേവനും ഞാനും 13-14 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് അത്രയും വയസ്സ് 14 വയസ്സ് 13 വയസ്സൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പൊക്കോ ഇല്ല, ആളും ഇല്ലാത്തതുകൊണ്ട് ഇവന്മാർക്ക് ഞാൻ ചിറ്റമ്മയാണോ അനിയത്തിയാണോ ചേച്ചിയാണോ അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നതാണ് ഞങ്ങൾ. അതല്ല എൻ്റെ അമ്മയെ വിളിക്കുന്ന അമ്മയെന്നും കൂടെ ആയതുകൊണ്ട് പിന്നെ പെങ്ങളുടെ ഒരു സ്ഥാനവും കൂടെ എനിക്കുള്ളത്. ഇതുണ്ടോ, ഇവിടെയൊക്കെ കളറൊന്നും അടിച്ചിട്ടില്ല. ഇതുണ്ടോ, അടിപൊളിയായിട്ട് വരച്ച് വെച്ചിരിക്കുക അവൻ. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം അവൻ വരയ്ക്കുന്നത്. ഞാൻ തന്നെ ചിലപ്പോൾ അതും പടം വരയ്ക്കാൻ തുടങ്ങിയ എൻ്റെ പൊന്നടാവേ ആ റൂമിലോട്ട് കയറാൻ സമ്മതിക്കത്തില്ല. എന്താ ചെയ്യുന്നതെന്ന് കാണാൻ സമ്മതിക്കത്തില്ല. പിന്നെ വിശന്നാൽ ആഹാരം കഴിക്കത്തില്ല. ഇങ്ങനൊരു ഭ്രാന്തനുണ്ടോ എനിക്കറിയില്ല. ഞാനൊക്കെ ആണെങ്കിൽ പടം വരയ്ക്കുന്ന സമയത്ത് എനിക്ക് വിശന്നു കഴിഞ്ഞാൽ ഞാൻ വല്ലതൊക്കെ എടുത്തിനു. പക്ഷെ ഇവൻ ബോധം കെട്ട് അവിടെ വീണാൽ കൂടെ അത് തീരാണ്ട് അവിടുന്ന് എഴുതിക്കത്തില്ല. അങ്ങനെ അവൻ പടം വരയ്ക്കത്തില്ല. പിന്നെ വരച്ച മനുഷ്യനെ ഞെട്ടിക്കുന്ന രീതിയിലൊക്കെ അതാ ഇതുപോലെ എനിക്ക് തൊടാൻ പേടിയുണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദൈവം തന്നെയാണ് മഹാദേവൻ. പക്ഷെ ഇത് പൂർത്തീകരിക്കാത്തതുകൊണ്ട് പിന്നെ ഇത് ഞാൻ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ തന്നെ അവന് 12 കൈയുണ്ട് കേട്ടോ. ഒരു ഇഷ്ടമാവുന്നൊരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഓക്കെ, ബൈ.